ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവർ അലീനയും അതുപോലെ മനുവും കൂടി ബബിതയും കൊണ്ട് കോളേജിലെത്തി. ഒരു പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ നിൽക്കുക. അപ്പോൾ അവിടുത്തെ ആ ഒരു അറ്റൻഡർ ഏട്ടൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. പ്രിൻസിപ്പളിനെ കാണാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അകത്ത് വേറെ ആരോ ഉണ്ട്, അത് കഴിയുമ്പോൾ കയറിക്കോളാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഇവരുടെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ ഇവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുക കേട്ടോ, പ്രത്യേകിച്ച് ബബിതയെ. ഇതാ ബലാത്സംഗ കേസ് ലോകത്തിൻ്റെ പെങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പം ബബിതയ്ക്ക് വല്ലാത്തൊരിത്. അപ്പോൾ അലീന പറഞ്ഞു, ഇത് ബബിത ബാലചന്ദ്രൻ, ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. ഓ, രണ്ടും ഒന്നല്ലേ, എന്നാൽ ചേട്ടൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ ചേട്ടൻ ചെല്ലാൻ പറഞ്ഞു മനു. കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മക്കിട്ട് പറയാൻ വരും കൊള്ളാം എന്ന് പറഞ്ഞാൽ ചേട്ടൻ എവിടെ നിന്ന് അങ്ങ് പോണേ. ആ ചേട്ടൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പിള്ളേർ എടി ഇത് എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ കളിയാക്കുക. അപ്പോഴത്തേക്കും അവരൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ കളിയാക്കി ചിരിക്കുക ബബിതയെ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ബബിതയ്ക്ക് ഭയങ്കര ഒരു ഇതുപോലെ. അപ്പോൾ അയ്യേ അവളുടെ മുഖം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുക കേട്ടോ. മനുവേട്ട നമുക്ക് പോകാം, ഞാൻ നാളെ വന്നോളാം, അതാ നല്ലത് എന്നിങ്ങനെ ബബിത പറയുമ്പം ഇത്ര ഉള്ളല്ലേ, വീട്ടിൽ നേറ് പോലെ യുദ്ധത്തിന് നിൽക്കുന്ന ആളാണല്ലോ, ഇവിടെ പേലിക്കുഞ്ഞിനെ പോലെ പമ്മി നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു മനു. ഒന്നുമല്ല സാറ് ബിസി ആയിരിക്കും, നമുക്ക് പോകാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബബിത പറയുക. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയതല്ലേ, ഇവിടെ നിന്നു പോയാലും നാളെ ഇവിടെ തന്നെയല്ലേ വരണ്ട, ഇവരൊക്കെ തന്നെ കാണുകയും ചെയ്യണ്ടേന്ന് ചോദിച്ചു അലീന. അല്ലെങ്കിൽ പിന്നെ ഓപ്പോസിറ്റ് വരുന്നവരല്ല അലീനയാണെന്നങ്ങ് വിചാരിക്കാം, അപ്പം നിനക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എനർജി വന്നാലോ എന്ന് മനു. അന്നേരം മനു വേട്ടാ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് അലീന പറഞ്ഞു. സാധാരണ എൻ്റെ മോട്ടിവേഷനൊക്കെ കേൾക്കാറുള്ളതാണല്ലോ, ഇപ്പോൾ ഒന്നും പച്ച പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതാണോ മോട്ടിവേഷൻ എന്ന് ചോദിച്ചു ബബിത. ഞാനിവിടെ തീയുടെ മുകളിൽ നിൽക്കുകയാണെന്ന് ബബിത പറയണം. അപ്പോഴേക്കും പ്രിൻസിപ്പളിൻ്റെ റൂം തുറന്നു, കയറിപ്പോയവർ ഇറങ്ങി വന്നു. ആ സമയത്ത് അപ്പോൾ ഇതല്ല പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു. അപ്പോൾ മനു അകത്തേക്ക് നോക്കി. അപ്പോൾ സാർ അവിടെ ഇരിക്കാം. അപ്പോൾ അദ്ദേഹം അവിടെ ആരോ ഫോണിൽ സംസാരിക്കാം. എന്തായാലും ഈ സെമസ്റ്റർ എക്സാം എഴുതിക്കില്ല, അടുത്ത സെമ്മിൽ പഠിച്ചിട്ട് വരാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഫോണിൽ സംസാരിക്കുക. അപ്പോൾ അലീനയും മനു എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം എന്നിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഇവരോട് യെസ് മിസ്റ്റർ സാർ, ഞാൻ മനു, ബബിത ബാലചന്ദ്രൻ്റെ കസിൻ ബ്രദർ ആണെന്ന് പറഞ്ഞു. ഇത് അലീന സിസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെ? അപ്പോൾ ബബിതയുടെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കുക കേട്ടോ ബബിതയെ. ബബിത ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കുറച്ചായല്ലോ. അതെ സാർ, ഞങ്ങൾ ആക്ച്വലി അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് വന്നതെന്നുള്ള കാര്യം സാറിനോട് മനു പറയുവാണ്. അപ്പോൾ ബബിത ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് 1 മാസം മുകളിലായെന്ന കാര്യം പറഞ്ഞു. അതിനൊരു എക്സ്പ്ലനേഷൻ തരാനും ഒരു കാര്യത്തിന് വേണ്ടി വന്നു. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് മനു വിവരങ്ങളെല്ലാം പറയാം. അങ്ങനെ നമ്മുടെ മനു വിവരങ്ങളെല്ലാം സാറിനോട് പറയുവാണ്, സംഭവിച്ച കാര്യങ്ങളെല്ലാം. അപ്പോൾ പിന്നെ അപ്പോളജി ആൻഡ് എക്സ്പ്ലനേഷൻ അതൊക്കെ വെറും ഒരു കാട്ടിക്കൂട്ടലല്ലേ എന്ന് ആ സാറ് ചോദിച്ചു. അപ്പം സോറി സാർ, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ബബിത എന്ന് അലീന പറയും. അമ്മയും അച്ഛനും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നുവെന്നും പിന്നെ സാർ അറിഞ്ഞു കാണുമല്ലോ പോലീസ് കേസിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവള് വരാതിരുന്നതെന്നൊക്കെ പറയാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വീട്ടുകാരെ പോലെ തന്നെ ഇവരുടെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് ഞങ്ങളും. ഇവർക്ക് ഇവരുടെ പഠന സമയത്ത് എന്ത് പ്രശ്നം നേരിട്ടാലും ഞങ്ങളതിൽ സപ്പോർട്ട് ചെയ്യുമെന്നും ഇനി മാനസികമായ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പോരാ എന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ടിങ് ടീം വരെ ഉണ്ടെന്നും ആ സാറ് പറയാം. അപ്പോൾ മനസ്സിലായി സാർ, ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കും കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അലീന ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ അതെല്ലാം ഒന്ന് ഒതുങ്ങി മാനസികമായി എന്തും നേരിടാനുള്ളൊരു ധൈര്യമായിട്ടാണ് ബബിത ഇപ്പോൾ സാറിൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്നും അലീന പറയുവാണ്. സാറിൻ്റെ സപ്പോർട്ടിന് വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ നേരിട്ട് സാറിൻ്റെ അടുത്ത് തന്നെ ഇവളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഫോർ ദിസ് ടൈം ഞാനൊരു എക്സെപ്ഷൻ തരാം. റിമെമ്പർ ദിസ്, ഞങ്ങൾ ഈ കൗൺസിലിങ്ങും സപ്പോർട്ട് ഗ്രൂപ്പും ഒക്കെ നിങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഇത് വേണ്ട എന്നുള്ളൊരു തോന്നലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് കുട്ടി അതിൻ്റെ നഷ്ടമെന്ന് ആ സാർ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവർ വല്ലാത്തൊരു ഇതിലിങ്ങനെ ഇരിക്കുവാണ്. ഇത്രയും ക്ലാസ് കളയേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് സാറ് പറയും. ഇനിയിപ്പോൾ അറ്റൻഡൻസ് ഷോർട്ടേജ് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന കാര്യം സാർ ചോദിച്ചു. അറ്റൻഡൻസ് ഷോർട്ടേജ് എങ്ങനെ മാനേജ് ചെയ്യും സാർ? എക്സാം എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒരു ഇയർ മിസ്സാവില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഓഫീസിലൊന്ന് ചെന്ന് അറ്റൻഡൻസ് പെർസെൻറ്റേജ് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ പെനാൽറ്റി എങ്ങനെയാണെന്ന് കൂടി ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ പുസ്തകത്തിലുള്ളത് മാത്രം പഠിപ്പിക്കാനുള്ളതല്ല ഞങ്ങൾ അധ്യാപകർ ഇവിടെ ഉള്ളത്, ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെ മറികടക്കണമെന്ന് കൂടി പഠിപ്പിക്കാനാണ്. അത് മനസ്സിലായോ എന്ന് ചോദിച്ചു. തലയാട്ടിക്കൊണ്ടിരിക്കുക ബബിത. എന്തായാലും നിങ്ങൾ ഓഫീസിലേക്ക് ചിലപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റിയിലും കൂടി പോവേണ്ടി വരുമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു.
എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലോ ഒന്ന് ഇൻഫോം ചെയ്തേക്കണമെന്നും പറഞ്ഞു. അത് മറന്നു പോകരുത് കേട്ടോ എന്ന് ആ സാറ് പറയാം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. ഈ സമയത്ത് പുറത്തിറങ്ങി മനുവും അലീനയും ബബിതയും കൂടെ നിൽക്കുന്നു. ആ സമയത്ത് എവിടെയാണ് ഓഫീസ് റൂമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന സ്ഥലത്ത് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ബബിത പറയാം. അപ്പോൾ 2 ചെറുപ്പം പിള്ളേരയിലെ വരുക. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും ഉമ്മാർക്ക് ഒരു കളിയാക്കലും ചിരിയൊക്കെ. അപ്പോൾ ഇവർ സ്റ്റെയർ ഇറങ്ങി വന്നപ്പോഴത്തേക്കും കുറേ പിള്ളേർ ഇവരെ അങ്ങ് വളഞ്ഞു. അപ്പോൾ അലീനയുടെ കൈയും പിടിച്ച് ബബിത ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ കൂ കൂ എന്നൊക്കെ പറഞ്ഞ് കൂകി വിളിക്കുകയാണ്. അപ്പോൾ എല്ലാം കണക്കാടാ, അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പം എൻ്റെ പൊന്നെ, ബലാത്സംഗ കുടുംബം എന്നൊക്കെ, കൊലപാതക കുടുംബം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബലാത്സംഗ കുടുംബം ആദ്യം കേൾക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാനസികമായി ഇവരെ തളർത്തു. അത് കേട്ടപ്പോഴത്തേക്കും ബബിതയുടെ കയ്യിൽ നിന്ന് പോയി. ഓ എൻ്റെ പൊന്നെ, ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ ആളുണ്ടല്ലോ, ചോദിച്ചു മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആമ്പിള്ളേർ. എന്നാലും അവളുടെ തൊലിക്കെട്ടി അപാരം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ട അലീന അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ ബബിതയുടെ കയ്യും പിടിച്ച് ഇവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുവാണ്. ഈ നിന്ന് കളിയാക്കിയവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അലീന അങ്ങ് ചെന്നു ബബിതയും കൂട്ടിക്കൊണ്ട്. മനു അതൊക്കെ കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. നിങ്ങളുടെ സഹപാഠിയല്ലേ ഇവളുടെ സഹോദരനല്ലേ കുറ്റാരോപിതൻ എന്ന് അലീന ഇവന്മാരോടും ആ പെണ്ണുങ്ങളോടും ചോദിച്ചു. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആ പെൺകുട്ടി കോടതിയിൽ മൊഴി കൊടുത്തപ്പോൾ പോലും ആ സംഘത്തിൽ ഉൾപ്പെട്ടതിന് അവൻ ഇപ്പോഴും തെറ്റു പറയുന്നവരാണ് ഞങ്ങളെന്ന കാര്യം അലീന ആ പിള്ളേരോട് പറഞ്ഞു. നമ്മളോട് നിൽക്കുക അവിടെ നിൽക്കുന്ന പെൺപിള്ളേരൊക്കെ. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇവളെ കളിയാക്കാനും തളർത്താനും നോക്കുന്നതെന്ന് അലീന ചോദിക്കണു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ, കുടുംബത്തിൽ ഒരാൾക്ക് പ്രശ്നം സംഭവിക്കുമ്പോൾ ഇതുപോലെ തന്നെ മാറി നിന്ന് ചിരിക്കുകയും കളിയാക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമോ നിങ്ങളെന്ന് അലീന ചോദിക്കുക പിള്ളേരോട്. അതോ കൂടെ നിന്ന് എന്തോ പ്രശ്നത്തിനെയും നേരിടാൻ കൂടെ നിൽക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. മനു കയ്യും കെട്ടിയതൊക്കെ കേട്ട് അങ്ങനെ അങ്ങ് നിൽക്കുക. അങ്ങനെ കൂടെ നിൽക്കുന്നവരല്ലേ ഇന്ന് നല്ല സുഹൃത്തുക്കളായി ഇരിക്കുന്നതെന്നും അല്ലാതെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ കൂടെ കളിയാക്കുന്നവരും ചിരിക്കുന്നവരുമാണോ എന്നും അലീന ചോദിക്കണം. പെണ്ണുങ്ങളും ആൺപിള്ളേരെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഇന്ന് ഇവളുടെ സഹോദരനാണെങ്കിൽ നാളെ മറ്റൊരാൾ, അച്ഛനോ സഹോദരനോ സഹോദരിയോ ഒക്കെ ആകാമെന്ന് അലീന പറയുക. അന്നും നിങ്ങൾ പിന്തിരിഞ്ഞ് സപ്പോർട്ട് ചെയ്യാതിരിക്കുമെന്ന് ചോദിച്ചു. ചിലപ്പോൾ നിങ്ങളിൽ തന്നെ ഒരാൾ സമാന സ്ഥിതിയിലൂടെ കടന്നു പോകാം. ശരിയല്ലേ? ഈ കാലഘട്ടം ഏറ്റവും മനോഹരമായ കൂട്ടം കൂടി നിന്ന് ആസ്വദിക്കേണ്ട ഒന്നുകൂടി അല്ലേന്ന് അലീന ചെറുക്കന്മാരോട് ചോദിച്ചു. അല്ലാതെ മറ്റൊരാളുടെ വീഴ്ച അത് ആസ്വദിക്കാനുള്ളതല്ല എന്നും പറഞ്ഞു. അലീന ചേച്ചി മതി, ക്ലാസ്സിൽ പോകണ്ടേന്ന് ബബിത ചോദിക്കുക. അത് കേട്ടപ്പം ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനുള്ള ബുദ്ധിയും വിവേകവും നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും അലീന ഒരു വാക്കങ്ങ് പറഞ്ഞു വെച്ചു. എക്സാം ടൈമല്ലേ, ഓൾ ദി ബെസ്റ്റ് എന്നും പറഞ്ഞത് അലീന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അങ്ങനെ അലീന പോയപ്പോൾ കളിയാക്കിയവരൊന്നും മിണ്ടാട്ടം മുട്ടി അവിടെ അങ്ങനെ നിൽക്കുക. അങ്ങനെ അങ്ങോട്ട് ചെന്നു. പോ മനുവേട്ടാന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞു. മനു അലീനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന ഓരോ ചെറുപ്പക്കാരെയും അവരെയൊക്കെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചിട്ട് നമ്മുടെ മനു അങ്ങ് പോന്നു. അത് കഴിഞ്ഞതേ അവർ വീട്ടിലേക്ക് എത്തി, മനുവും അലീനയും. അപ്പോൾ എനിക്ക് അലീനയോട് ഒരു പ്രത്യേക സംഗതി പറയാനുണ്ടെന്ന് മനു പറയാം. പക്ഷെ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞോളാം പറഞ്ഞു അലീന. അല്ല അത് പിന്നെ അതെ, എനിക്കത് അങ്കിളിനോടും കൂടി ആലോചിച്ചിട്ട് വേണം പറയാനെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് കാര്യമാണെന്ന് അലീന ചോദിച്ചു. അപ്പോൾ കുറച്ച് സീരിയസാ എന്ന് മനു. എന്നെ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലല്ലേ, ഒരു ക്ലൂ എങ്കിലും തരാൻ പറഞ്ഞു. ക്ലൂ അത്രേ ഉള്ളൂ ക്ലൂ, എന്താ പോരേന്ന് ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ മനു വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ മനുവേട്ടാ ഒന്ന് പറ മനുവേട്ടാ എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ, അത് ഞാൻ അങ്കിളിനൊന്നും കാണട്ടെ, ഞങ്ങൾക്ക് പല തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ മുകളിൽ പോയി രോഹിത്തിനെ കാണും, അതിനുശേഷം അങ്കിളിനെ. ഓക്കെ എന്നും പറഞ്ഞ് നമ്മുടെ മനു. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച കേട്ടോ. അപ്പോൾ എന്തു പറയും മേഡം, എന്തു പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മേഡമൊന്നും അല്ല, ആവുകയും വേണ്ട, വെറും ഒരു അനാഥ, അങ്ങനെ ഇരുന്നാൽ മതിയെന്ന് അലീന പറയുമ്പോൾ, നാഥൻ ഇല്ലാതായതുകൊണ്ടല്ലേ അനാഥയായത്, നാഥൻ ഉണ്ടെങ്കിലോ എന്ന് മനു. അപ്പോൾ അലീന ഇങ്ങനെ നോക്കാം. വാ അകത്തോട്ട് വാ എന്നും പറഞ്ഞ് മനു അങ്ങനെ അലീനയും കൂട്ടി അകത്തേക്ക്. അലീനയ്ക്കൊന്നും മനസ്സിലായില്ലേ എന്നങ്ങനെ പറഞ്ഞു. എന്നോർത്ത് അലീന ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ബൈജാൻറ്റി അവിടെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരോ വന്ന് ഡോറിൽ മുട്ടി. അവിടെ നിൽക്കുക തുറക്കാം എന്ന് ഇങ്ങനെ എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചെക്ക് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ചെന്ന് ഡോറ് തുറന്നപ്പോൾ അലീനയെ കണ്ടപ്പോഴത്തേക്കും ചെറുത്താൻ കുരിശ് കണ്ടതുപോലെ, ഓ നീയാണോ മുട്ടി വിളിച്ചേ? ആ അതേന്ന് പറഞ്ഞു. നിനക്ക് എന്നാത്തിൻ്റെ കേടാടി? എനിക്കൊരു കേടും ഇല്ലല്ലോ, മുട്ടുമ്പോൾ തന്നെ തുറന്നില്ലെങ്കിൽ നീ വാതിൽ എന്താടി ഇടിച്ച് പൊളിക്കുമോ എന്ന് ചോദിച്ചു വൈജ. അതിന് ഞാൻ 2 തവണയല്ലേ മുട്ടിയുള്ളൂ, എന്നാത്തിനാന്ന് വെച്ചാൽ പറഞ്ഞ് തൊലക്കടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പം മനുവേട്ടൻ കാണാൻ വന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു.
അപ്പം ഇങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കുക. അപ്പം മനുദേ അങ്ങോട്ടേക്ക് വന്നു. മനു അങ്ങ് വന്നു കഴിഞ്ഞപ്പം ആൻറ്റി അതെ ദേഷ്യത്തിലാണല്ലോ. എടാ നിനക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ വല്ലവരെയും കൊണ്ട് വാതിൽ മുട്ടി വിളിപ്പിക്കണോടാ. നിനക്ക് തന്നെ എന്നെ ഒന്ന് വിളിച്ചാൽ പോരെ. എൻ്റെ പൊന്നെ ഞാനൊരു മെസ്സേജ് വന്ന് നോക്കുമായിരുന്നു. കഴിഞ്ഞു, മാറ്റർ കഴിഞ്ഞു. മനുവേട്ടാ ഞാൻ പോവാണേ എന്ന് പറഞ്ഞ അലീന എന്നേരം അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയെ നോക്കിക്കൊണ്ട് നിൽക്കുക വൈജ. അവളാണോ നിൻ്റെ ഏജൻ്റ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നാൻറ്റി ദേഷ്യം ഒന്ന് കുറച്ചുകൂടെ, ഞാൻ അകത്തോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. വാ എന്ന് പറഞ്ഞ് മനുവിനെ വിളിച്ചകത്ത്. അപ്പോൾ ദേ മനു അകത്തേക്ക് ഇവരകത്തേക്ക് കയറി ചെന്നപ്പം നീയല്ലേ മനു കുറച്ച് മുമ്പേ ഇവിടെ വന്നിട്ട് കയറാതെ പോയത്? ബബിതയെ കോളേജിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയതാ. ആന്നോ? പിന്നെന്നാത്തിനാ അലീനയും നിൻ്റെ കൂടെ കയറി പോകുന്നത്? ഓ മുറിക്കാത്തിരുന്നെല്ലാം അറിയുന്നുണ്ടല്ലേ. എൻ്റെ കണ്ണ് വെട്ടിച്ചൊന്നും നടക്കത്തില്ല മനു, അതാദ്യം നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അലീന എന്തിനാ നിൻ്റെ കൂടെ വന്നേ? അപ്പോൾ ബബിത കോളേജിൽ പോയിട്ട് കുറേ നാളായില്ലേ, അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. അലീന അവൾക്ക് കൂട്ടുപോയതാ. അതിന് നീ മതിയായിരുന്നല്ലോ. എന്തിനായി അലീന? കോളേജ് കണ്ടിട്ടില്ലാത്ത അവള് കോളേജിൽ ചെന്നിട്ട് എന്നാ ചെയ്യാനാണെന്ന് ചോദിച്ചു. അന്നേരം ആൻറ്റി, ഒരു പെൺകുട്ടിക്ക് പലപ്പോഴും അവളുടെ ചേച്ചിയുടെ അമ്മയുടെ സ്ഥാനത്ത് ഒരാൾ വേണമെന്ന് തോന്നും. അപ്പം ചേച്ചിയോ? അവളാന്നോ ചേച്ചി? അല്ലേ? അങ്ങനെയല്ലേ? ചേച്ചിയുടെ സ്ഥാനത്തല്ലേ? മനു, നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. ഓഗാണ്ടേ എന്നൊരു ചേച്ചി വന്നേക്കുന്നു എന്ന് പറയുമ്പം അലീന നിർബന്ധിച്ചിട്ടാ ബബിതയെ കോളേജിൽ പോകാൻ തന്നെ സമ്മതിച്ചത്. ഞാൻ പറഞ്ഞതാ അവളോട് 1 വർഷം പോട്ടെ എന്ന്, അത് അവൾ സമ്മതിച്ചതുവാ. എന്നിട്ട് ഇപ്പം അലീന പറഞ്ഞതാണോ അവൾക്ക് വേദവാക്യമൊന്ന് ചോദിക്കുമ്പോൾ പോയി പഠിക്കട്ടെ ആൻറ്റി. 1 വർഷം നഷ്ടപ്പെടുത്തി കളയുക എന്ന് പറയാൻ നിസ്സാര കാര്യമൊന്നുമല്ല. ഓരോ ദിവസത്തിനും അതിൻ്റെതായ വിലയില്ലേ. പിന്നെ ആ 1 വർഷം അതൊക്കെ പോട്ടെ, നീ വന്ന കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ രോഹിത്തിനെ കാണണം, പിന്നെ അങ്കിളിനെ അലീനയും കണ്ട് ഹരിക്ക് വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷൻ തരപ്പെടുമോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ട് എന്ന് പറയുമ്പം ഹരിക്ക് വേണ്ടി ആര് റെക്കമെൻഡ് ചെയ്യാൻ? അലീനയോ? അവളും ശരണ്യായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണെന്നേ. അപ്പോൾ അങ്ങനെയല്ലേ രോഹിത്തിന് ജാമ്യം കിട്ടി രക്ഷപ്പെട്ടത്. അപ്പോൾ അലീന ഒന്നും ചെയ്തിട്ടല്ല എൻ്റെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്നും അലീന ഒന്നും ചെയ്തില്ല എന്ന് അവൾ തന്നെ പറഞ്ഞല്ലോ. രോഹിത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഹരിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാമെന്ന് പറയുമ്പം ദൈവത്തെ വിചാരിച്ച് അലീനയുടെ കാല് പിടിക്കാൻ പോവല്ലേ എൻ്റെ മനു, അതിനേക്കാളും ഭേദം ഹരി ജയിലിൽ തന്നെ കിടക്കുന്നതാണ് എന്ന് വൈജ പറയുമ്പം നമ്മളങ്ങനെ ദുരഭിമാനം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി തൊലഞ്ഞു പോകത്തില്ലേ ആൻറ്റി എന്ന് ചോദിച്ചു. ശിവണ്ണും കമലേടത്തെയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവരാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേക്കണത്. അപ്പോൾ എനിക്കൊട്ടും താല്പര്യമുള്ളതൊന്നുമല്ല, ഞാനൊരു മീഡിയേറ്റർ മാത്രമാണെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അലീനയോട് സന്ധി ചെയ്യുന്നവരല്ല എൻ്റെ ശത്രുക്കളാണെന്നുള്ളൊരു ഓർമ്മ വേണം. അതിപ്പോൾ ഭർത്താവായാലും ശരി, അമ്മയായാലും ശരി, ആങ്ങളെ ആയാലും ശരി, ഈ പറയുന്ന നീ ആണെങ്കിലും ശരി, അവളോടാണ് കൂറ് കാണിക്കുന്നതെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധം അങ്ങ് മുറിച്ചേക്കാനൊക്കെ പറഞ്ഞു. അന്നേരം ആൻറ്റി ഇങ്ങനെ വെട്ടെന്ന് മുറി രണ്ടെന്ന് കടിപ്പിച്ച് പറയല്ലേ. അപ്പോൾ വെളുത്തമ്പി ദളവിയൊന്നും അല്ലല്ലോ. എന്നോട് ഇനി നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, എനിക്കിതൊന്നും കേൾക്കുകയും വേണ്ട അറിയുകയും വേണ്ട. ഓക്കെ എൻ്റെ പൊന്നോ ഞാൻ സുല്ലിട്ടിരിക്കുന്നു എന്ന് മനു പറയുമ്പോൾ അതാ നല്ലത്. ഈശ്വരോ രക്ഷതു എന്നും പറഞ്ഞു നമ്മുടെ മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. രോഹിത്ത് ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് അകത്ത് കയറിച്ചത്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ കിടക്കുന്നു. മനു എന്ന് അവിടെ ഇരുന്നു. അപ്പോൾ രോഹിത്ത് എഴുന്നേറ്റിരുന്നു. എങ്ങനെയുണ്ടടാന്ന് ചോദിച്ചു. അപ്പോൾ തലയൊക്കെ ഇങ്ങനെ പതുക്കെ ആട്ടി. പനിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടുന്നില്ല, തലയാട്ടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതെ ഹരി ഇപ്പോഴും ജയിലിലാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്ത് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു കിടപ്പ്, അതായത് ഇങ്ങനെ തല മുകളിലോട്ടാക്കി ഇങ്ങനെ അങ്ങ് കിടന്നു. കാരണം എന്താണെന്ന് അറിയാവോ? അലീനയെ പോലെ ആത്മത്യാഗം ചെയ്യാറുള്ളൊരു സഹോദരി അവനില്ലാതെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. മനു ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക. നിനക്ക് വേണ്ടി അവളെ റെക്കമെൻഡ് ചെയ്തെന്നോ ശരണ്യയുടെ വീട്ടുകാരുടെ കാല് പിടിച്ചെന്നോ എന്നൊന്നും അല്ല ചേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ മനുവിനെ നോക്കുക. എടാ, തണുത്ത് കിടക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾ പുതയ്ക്കാൻ കൊടുത്തൊരു പുതപ്പ് എപ്പോഴെങ്കിലും ദാഹിച്ച്, അതായത് മരുഭൂമിയിൽ ദാഹിച്ച് വലുന്ന ഒരാൾക്ക് തണലായ കൊടുനീരായോ തിരിച്ചു കിട്ടും എന്നിങ്ങനെ മനു പറയുന്നു. നിന്റെ കാര്യത്തിലും അതുമാത്രമാട്ടോ സംഭവിച്ചതെന്നും മനു പറയുക. ശരണ്യയ്ക്ക് അലീന കൊടുത്ത ദയയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുണ്യഫലം തിരിച്ചു കിട്ടിയതേ നിനക്കാണെന്ന കാര്യം മനു പറയണു. അതൊക്കെ കേട്ട് രോഹിത്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ മിണ്ടാട്ടമില്ല, ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കുക.
അലീന ശരണ്യയെ കാണാൻ ആ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും ജയിലിൽ തന്നെ കിടന്നേനെന്നും രോഹിത്തിനോട് മനു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് നമ്മൾ അറിയാതെ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ വില ആരുടെ ത്യാഗമായിരുന്നു, ആര് ചെയ്ത പുണ്യമാണ് എന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ എന്നും പറഞ്ഞു. രോഹിത്ത് അതിനൊന്നും പ്രതികരിച്ചില്ല. അപ്പോൾ ഓക്കേടാ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അവിടെ നിന്ന് പോയിട്ട് മനു തിരിച്ചൊന്ന് ഒരു 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ രോഹിത്തെ, നീ സുഖപ്പെട്ട് എഴുന്നേറ്റ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴേ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ആരായിരിക്കും എന്ന് മനു ചോദിക്കുവാണേ. രോഹിത്ത് മിണ്ടിയില്ല. നിൻ്റെ അച്ഛനാണോ, അമ്മയാണോ, അതോ അനിയത്തിമാരാണോ? അപ്പോഴും രോഹിത്ത് ഇങ്ങനെ മനുവിൻ്റെ നേരെ ഇങ്ങനെ ഒന്ന് നോക്കി. ഇവരാരും അല്ല എന്ന് പറഞ്ഞു മനു. അത് അലീന മാത്രമാണെന്ന് പറയുവാണ്. അവളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നതെന്ന് മനു പറയുമ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ശരിയെന്നും പറഞ്ഞു മനു നേരെ ബാലൻ്റെ അടുത്തേക്ക് പോയി. ആ മനു, കണ്ടോ അവനെ, നീ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചതിനൊക്കെ മൂളി, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കോൾഡും അസ്വസ്ഥതയൊന്നും മാറിയിട്ടില്ലെന്ന് തോന്നണേന്ന് മനു പറയാം. അങ്കിളിനോടും സംസാരിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും ചോദിക്കാനും പോയില്ല, പറയാനും പോയില്ല. ഒന്നാമത്തെ കാര്യം സുഖമില്ല, പിന്നെ അവൻ്റെ ടെൻഷൻ അതെന്താണെന്ന് അവനല്ലേ അറിയൂ. അലീനയായിട്ട് ഇണങ്ങിയല്ലേ എന്ന് ചോദിച്ചു. ഷോ, അവളെ എങ്ങനെ മെരുക്കിയെടുത്തെന്ന് എനിക്കറിയാൻ മേല. അവളുമായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. എന്ത് കമ്മ്യൂണിക്കേഷനാണെന്ന് മനു ചോദിച്ചു. അലീന പറയുന്നു, അവനത് അനുസരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും അതൊരു അത്ഭുതം തന്നെയാ. അതെ, നീ ഇന്ന് വർക്കിംഗ് ഡേ അല്ലായിരുന്നോ? ആ, വൈകിട്ടാന്നേ. ഒരു 8 മണിക്ക് കയറിയാൽ വെളുപ്പിന് ഒരു 5 മണി വരെ അത്ര. ഓ, അപ്പം നിനക്ക് ചായ വല്ലതും കിട്ടിയായിരുന്നോ? ഇല്ല, എടുക്കാമെന്ന് പറഞ്ഞിട്ട് അലീന താഴോട്ട് പോയതെന്ന് പറഞ്ഞപ്പം ആ ഓക്കെ എന്നാൽ വരാൻ പറഞ്ഞു. അപ്പം അങ്കിളെ, അതെ, ഞാൻ സത്യം പറഞ്ഞ ഒരു റെക്കമെൻഡേഷന് വേണ്ടി വന്നതാണെന്ന് മനു പറയാം കേട്ടോ. അപ്പോൾ ആർക്ക് വേണ്ടി, എന്ത് റെക്കമെൻഡേഷൻ, എന്താ കാര്യം എന്നൊക്കെ ബാലേട്ടൻ ചോദിച്ചപ്പം അച്ഛനും അമ്മയും കൂടി എന്നെ തള്ളി വിട്ടതാണെന്ന് പറഞ്ഞു. ഹരിക്ക് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ, ഹരിക്ക് വേണ്ടി എന്നാ ചെയ്യണമെന്നാ പറഞ്ഞേന്ന് ചോദിച്ചു. അത് പിന്നെ ശരണ്യയുടെ വീട്ടുകാരുമായിട്ടേ അലീന സംസാരിക്കണം. എടാ, നീ അതും കേട്ടോണ്ട് നേരെ ഇങ്ങോട്ട് പോന്നോടാ. അപ്പോൾ എനിക്കറിയാം അങ്കളെ ഒന്നും നടക്കത്തില്ല എന്ന്. പക്ഷേ അവർ നിർബന്ധിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ അങ്കളെ? അലീന ഇപ്പോൾ ശരണ്യയുടെ വീട്ടിൽ പോകാറുമില്ല, ചെന്നാലോ അവൾക്ക് അവിടെയിട്ട് പ്രവേശനവും ഇല്ല. അലീന ഒടുവിൽ കാണാൻ പോയിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്നതൊക്കെ നിനക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ശരണ്യയായിട്ട് അലീനയ്ക്ക് നല്ല അടുപ്പമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഹരിക്ക് വേണ്ടി അലീന റെക്കമെൻഡ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യില്ല. രോഹിത്തിനെ കൂടി ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചത് ഹരിയാണെന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു ബാലേട്ടൻ. അപ്പം നമ്മുടെ മനു തലയാട്ടി. ചെയ്യേണ്ടതാണെങ്കിൽ ആരും പറയാതെ തന്നെ അലീന ചെയ്യുമെന്നും ബാലേട്ടൻ മനുവിനോട് പറയുമ്പോൾ മനു ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും ടാറ്റാ.